കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശി കൂരിക്കപ്പീടിക വീട്ടിൽ നാസറിന്റെ മകൻ അഷ്ഫാഖാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം ഭംഗിയായി നടത്താൻ സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ദേശീയപാത ചാലക്കുടി പോട്ടയിൽ ടാറ്റാ സുമോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചു. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയർ തുടക്കം മാത്രമെന്ന് മന്ത്രിമാർ. 26 നടക്കുന്ന തൊഴിൽ മേളയിൽ 35,000-ലധികം തൊഴിലവസരങ്ങൾ സജ്ജം. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയോഗ്യ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വനവിഭവ ശേഖരണത്തിന് നിർദ്ദേശങ്ങളുമായി വനംവകുപ്പ്. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ ഉന്നതികളിൽ നിന്നും വനത്തിൽ പോകുന്നവർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിർബന്ധമായും അറിയിക്കണമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശി കൂരിക്കപ്പീടിക വീട്ടിൽ നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷ്ഫാഖാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കമ്പനിക്കടവിലുള്ള ബന്ധുവീട്ടിലെത്തിയതായിരുന്നു കുടുംബം. 4 വയസ്സുകാരനായ മൂത്ത സഹോദരനോടൊപ്പം അയൽ വീട്ടിലേക്ക് പോയതായിരുന്നു അഷ്ഫാഖ്. ഇതിനിടയിൽ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് കുട്ടി വീടിന് സമീപത്തുള്ള വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു. കുട്ടിയെ കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളികൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിന് ശേഷം കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഉത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ട എല്ലാ സർക്കാർ തല സഹകരണവും നൽകുന്നതാണെന്ന് യോഗത്തിൽ മന്ത്രി അറിയിച്ചു. എല്ലാ വകുപ്പുകളും സഹകരിച്ച് ഉത്സവം പൂർവാധികം ഭംഗിയായി നടത്തണമെന്ന് ഉദ്യോഗസ്ഥ മേധാവികളോട് മന്ത്രി നിർദ്ദേശിച്ചു. വിവിധ വകുപ്പുകളിലെ മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി മെമ്പർമാരായ അഡ്വക്കേറ്റ് KG അജയകുമാർ, ഡോക്ടർ മുരളി ഹരിതം, ദേവസ്വം മെമ്പർമാരായ രാഘവൻ മുളങ്ങാടൻ, VC പ്രഭാകരൻ, K ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ K ഉഷാനന്ദിനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഉത്സവത്തിന് മെയ് 8 കൊടിയേറും. 18 രാപ്പാൾ കടവിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. തന്ത്രി നെടുമ്പള്ളി തടനല്ലൂർ ഗോവിന്ദ നമ്പൂതിരിപ്പാട് ബ്രോഷർ ഏറ്റുവാങ്ങി. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയകുമാർ, VC പ്രഭാകരൻ, K ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ K ഉഷാനന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. ഈ ക്ഷേത്രം ഇന്ന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തു നിന്നുള്ളവർ പോലും വന്നു ചേരുന്ന വിധത്തിൽ അത്യന്തം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ദേശീയപാത ചാലക്കുടി പോട്ടയിൽ ടാറ്റാ സുമോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. ഊരകത്തു നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഊരകം ചീരോത്ത് രാജേഷ്, 4 പരിക്കൽ വിപിന, 4 പരിക്കൽ സിദ്ധാർത്ഥൻ, 4 പരിക്കൽ സന്ധ്യ, 4 പരിക്കൽ അനീഷിന്റെ മകൻ ജ്ഞാനവ്, ഭാര്യ ജാൻവി, പ്രവീണിന്റെ മകൾ ആധ്യാത്മിക, ഭാര്യ സുനി, സിദ്ധാർത്ഥന്റെ ഭാര്യ മല്ലിക, കുന്നംകുളം കോഴിപ്പറമ്പിൽ ആദിത്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽപ്പെട്ടവരെ ചാലക്കുടി പോലീസും അഗ്നിശമന സേനയും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ വളവിലായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിയുകയും കാറിന്റെ മുൻവശം തകരുകയും ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി ഈ മാസം 26 തൃശൂരിൽ തൊഴിൽപുരം സംഘടിപ്പിക്കുമെന്ന് മന്ത്രിമാരായ K രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി 132 കമ്പനികളുടെ 455 തൊഴിലിനങ്ങളിലായി 35,000-ൽ-അധികം തൊഴിലവസരങ്ങളിലേക്കാണ് തൊഴിൽ പൂരത്തിൽ അഭിമുഖം നടക്കുക. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് മേളയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാവുക. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നതിന് 23-ാം തീയതി വരെ സൗകര്യമുണ്ടായിരിക്കും. 25-ാം തീയതി വരെ ജോലികൾക്ക് അപേക്ഷിക്കാം. അഭിമുഖം നടക്കുന്ന സമയവും സ്ഥലവും അപേക്ഷകരെ ജോബ് സ്റ്റേഷനുകൾ വഴി മുൻകൂട്ടി അറിയിക്കും. ഇതിനു പുറമെ ഫൗണ്ടിറ്റ്, ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ 1,00,000-ലേറെ വരുന്ന ഉയർന്ന ജോലികൾക്കുള്ള റെസ്യൂം സ്വീകരിക്കുന്നതുമാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന തൃശൂർ തൊഴിൽ പൂരത്തിലൂടെ 20,000-ലധികം ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും ജോലി നൽകുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പ്രോജക്റ്റുകളിലൂടെ ലക്ഷ്യമിടുന്നത്. മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്, എ സി മൊയ്തീൻ MLA എന്നിവരും കളക്ടറേറ്റിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ൽ പരം പേർക്കെങ്കിലും ജോലി നൽകുകയെന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് അടക്കം സംഘടിപ്പിക്കുന്നത്. 5 ലക്ഷത്തോളം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് തൊഴിലിനോട് ബന്ധപ്പെടുത്തി നൈപുണി പരിശീലനം. രജിസ്റ്റർ ചെയ്ത 10 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ മേളകളിലൂടെ തൊഴിൽ എന്നിവയാണ് കേരള നോളജ് എക്കോണമി മിഷന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനായി സന്നദ്ധ പ്രവർത്തകരും പ്രൊഫഷണൽ മെന്റർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വലിയൊരു സംഘമാണ് പദ്ധതിയുടെ ഭാഗമായി അണിചേരുന്നത്. മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ അഡ്വൈസർ. തൊഴിലാളികളുടെ പരിശീലനത്തിനുള്ള ചുമതല സർക്കാരിന് ഒരു കമ്മീഷൻ വേണമെന്നും ഇതുവഴി നമുക്ക് കേരളത്തില് ഈസി ആയിട്ട് 4 ലക്ഷം സ്ത്രീകൾക്ക് ജോലി കൊടുക്കാം. ഈ മാസം 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റോടെ തൊഴിൽ പൂരത്തിന് തുടക്കമാകും. തൊഴിൽ അന്വേഷകർക്കായി 3 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ 10,000 തൊഴിലന്വേഷകർ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും എന്റെ നാട്ടിലാണ് എന്റെ മെച്ചപ്പെട്ട ജോലി സാധ്യത എന്നുള്ളതിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് ഇവിടുത്തെ തൊഴിലിടങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൊഴിൽ അന്വേഷകർക്ക് ഇങ്ങനെയുള്ള സംവിധാനത്തിലൂടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവർക്ക് വേണ്ടുന്ന ശോഭിക്കാൻ കഴിയുന്ന തൊഴിലിൽ എത്തപ്പെടുക, അതിലേക്ക് എത്തിക്കാൻ നമ്മുടെ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനമായി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ സ്കിൽഡ് നിർമ്മാണ ജോലികൾക്ക് വേണ്ടി പ്രത്യേക മേള മെയ് മാസം ആദ്യം നടക്കും. പ്രാദേശിക ചെറുമേളകൾക്ക് പുറമെ തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 23 വരെ തേക്കിൻകാട് മൈതാനിയിൽ മഹാ തൊഴിൽ മേളയും സംഘടിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളിലൂടെ ഇതിനോടകം ജില്ലയിൽ നിന്ന് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു. തൊഴിൽ പൂരത്തിന്റെ വിജയത്തിനായി പദ്ധതി അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക ചാനൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. സംഘാടക ഭാരവാഹികളായ ഡോക്ടർ പി സരീൻ, വിജയഹരി, അനൂപ് കിഷോർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, തൃശൂർ മീഡിയ വിഷൻ ഭാരവാഹികളായ ബൈജു ചിരിയങ്കണ്ടത്ത്, PM നാസർ, AG സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. TCV തൃശൂർ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വനവിഭവ ശേഖരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ചർച്ച ചെയ്യുന്നതിന് വാഴച്ചാൽ വനം ഡിവിഷനിലെ ജനപ്രതിനിധികളുടെയും ഊരുമൂപ്പന്മാരുടെയും വനം വകുപ്പ് ജീവനക്കാരുടെയും യോഗം ചേർന്നു. എല്ലാ ഉന്നതികളിലും വനവിഭവ ശേഖരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ ഉന്നതികളിൽ നിന്നും വനത്തിൽ പോകുന്നവർ ഫോറസ്റ്റ് സ്റ്റേഷനിലും സമിതി ഓഫീസുകളിലും വിവരം നിർബന്ധമായും അറിയിക്കണമെന്ന് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ R ലക്ഷ്മി നിർദ്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, പഞ്ചായത്ത് അംഗം KM ജയചന്ദ്രൻ, വാഴച്ചാൽ ഊരുമൂപ്പത്തി VK ഗീത, ഊരുമൂപ്പന്മാരായ മോഹനൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രമാണ് കടങ്ങോട് മല്ലൻകുഴി. വനത്തിനോട് ചേർന്നൊഴുകുന്ന നീർച്ചോലയും വെള്ളച്ചാട്ടവും മല്ലൻകാവും പ്രകൃതി ആസ്വാദന വിനോദസഞ്ചാരികളെയും മഴക്കാലത്ത് ഇവിടേക്ക് ആകർഷിക്കാറുണ്ട്. മല്ലൻകുഴിയിൽ മുങ്ങിക്കുളിച്ച് പിതൃബലിതർപ്പണം നടത്തുന്നതിനായി 100 കണക്കിന് ഭക്തരും മല്ലൻകാവിലെത്താറുണ്ട്. എന്നാൽ വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ്
വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളത്തിന് വലിയ ക്ഷാമം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം 4 കിലോമീറ്ററോളം തോട് അതിലാവശ്യമുള്ള ഭാഗങ്ങൾ നവീകരിച്ചും 8 ഷട്ടറോട് കൂടിയിട്ടുള്ളതും ഒപ്പം തന്നെ ഒരു ചെക്ക് ഡാമോട് കൂടിയുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭാഗത്തുള്ള കർഷകർക്കുള്ള നെൽകൃഷിക്കാർക്കുള്ള സഹായങ്ങൾ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം പറ്റാതെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കും വലിയൊരു ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക, വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചു മാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടുക, 8 സ്ഥലങ്ങളിൽ തടയണ നിർമ്മിക്കുക, 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പദ്ധതി നടപ്പിലായാൽ കടങ്ങോടിന്റെ പ്രാദേശിക ടൂറിസത്തിന് മല്ലൻകുഴി വലിയ മുതൽക്കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. TCV എരുമപ്പെട്ടി. കോടതി വിധി കാറ്റിൽ പറത്തി തീരദേശ പരിപാലന ചട്ടം ലംഘിച്ച് നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ വിങ്കടങ്ങ് പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. ഏനമാവ് പള്ളിക്കടവിൽ പുഴയോട് ചേർന്ന സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തിയത്. വിങ്കടങ്ങ് പഞ്ചായത്ത് മെമ്പർ ചാന്ദിനി വേണു, സെക്രട്ടറി PA ഷൈല, പാവറട്ടി SI MN ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരിട്ട് സ്ഥലത്തെത്തി അനധികൃത നിർമ്മാണം തടഞ്ഞത്. അനധികൃത നിർമ്മാണം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് ഇറങ്ങിയിട്ടും നിർമ്മാണവും നികത്തലും തുടരുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് സെക്രട്ടറി PA ഷൈല പറഞ്ഞു. മതിൽ നിർമ്മിക്കുന്നതിന് പഞ്ചായത്തിൽ അനുമതിക്കായിട്ട് അപേക്ഷ തന്നു. അപ്പോൾ അത് CRZ വയലേഷനുള്ള ഭൂമിയായിരുന്നു. അപ്പോൾ അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കേസ് എങ്ങനെയാണ് ആ ഭൂമി നിലനിൽക്കുന്നതെങ്കിൽ ആ രീതിയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് ഉത്തരവായി. അതിനിടയിൽ ഇവരിവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പണി നിർത്തിവെക്കാൻ പോലീസ് സഹായം ആവശ്യപ്പെട്ടു. വീണ്ടും അവരിവിടെ പണി, മണ്ണടിക്കലും കല്ലുകെട്ടലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് 16-ാം തീയതി വീണ്ടും അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസിൻ്റെ പകർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷങ്ങളായി ഏനമാവ് പുഴയോരത്ത് നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനും നികത്തലിനുമെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നിരന്തര സമരം നടന്നിരുന്നു. ഇതിനെ തുടർന്ന് മുൻ കളക്ടർ ഇടപെടുകയും അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അനധികൃത നികത്തലും നിർമ്മാണവും നടന്നിരിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തു കുരിശിലേറിയതിനു ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയാകും. ഇന്ന് രാത്രി പള്ളികളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി 11 മണിക്ക് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നിലങ്കാവിലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിക്കും. തൃശൂർ ജില്ലയിൽ 3-ാം ഘട്ട ഡിജിറ്റൽ സർവേ നടപടികളുടെയും പാണഞ്ചേരി വില്ലേജിന്റെ ഡിജിറ്റൽ ലാൻഡ് സർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. കേരളത്തിലെ റീസർവേ നടപടികൾ അത്ഭുതകരമാം വിധം വേഗത്തിൽ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ജിയോളജിക്കൽ സർവേയുടെ സഹായത്തോടെ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ച ഡിജിറ്റൽ റീസർവേയുടെ 3-ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 200 വില്ലേജുകളിലും 2-ാം ഘട്ടത്തിൽ 238 വില്ലേജുകളിലും 3-ാം ഘട്ടത്തിൽ 200 വില്ലേജുകളിലും റീസർവേ നടക്കുകയും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS വിനയൻ, KV സജു തുടങ്ങിയവർ പങ്കെടുത്തു. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. പായ്ക്കണ്ടം സ്വദേശി കുഴിക്കാട്ടിൽ മനോജനാണ് പരിക്കേറ്റത്. പായ്ക്കണ്ടത്ത് നിന്നും വിലങ്ങന്നൂരിലേക്ക് നടന്നുവരുന്നതിനിടയിലാണ് മനോജിനെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചത്. അതേസമയം കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്ന് രേഖാമൂലം കത്തു നൽകിയിട്ടും ഷൂട്ടർമാരെ അനുവദിക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അനാസ്ഥയാണ് കാട്ടുപന്നി ആക്രമണത്തിനിടയാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ പറഞ്ഞു.
പശ്ചിമബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള വംശഹത്യയ്ക്കും ക്രൂരതകൾക്കുമെതിരെ പഴയന്നൂരിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധയോഗം വിശ്വ ഹിന്ദു പരിഷത്ത് വിഭാഗ് സംയോജക് KU ഷാജി ശർമ്മ ഉദ്ഘാടനം ചെയ്തു. MK പ്രതീഷ്, ശ്രീകുമാർ നായർ, T അജിത്, V ദിലീപ് കുമാർ, PS സുരേഷ് കുമാർ, KP വിജയകുമാർ, C മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമലയിൽ കാറടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്ക്. തൊഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ രാജനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ജബൽപൂരിലും ഒറീസയുടെ വിവിധ ഭാഗങ്ങളിലും വൈദികർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നേരെ നടന്ന അക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുറുമാൾ സെന്റ് ജോർജ് ഇടവകയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സേവി ജേക്കബ്, ഭാരവാഹികളായ PKV ജോസ്, BT സേവി, BC ജോസഫ്, കുടുംബ കൂട്ടായ്മ കൺവീനർ സണ്ണി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ജനകീയ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കും. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് ജനകീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ രൂപീകരിക്കുന്ന ജനകീയ ആക്ഷൻ കൌൺസിൽ ഏപ്രിൽ 24 വൈകിട്ട് 6 മണിക്ക് ഓസോൺ ടവർ ഓഡിറ്റോറിയത്തിൽ ഔദ്യോഗികമായി നിലവിൽ വരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി അധ്യക്ഷൻ CO ഡേവിസ്, പഞ്ചായത്ത് അംഗം PN അനിൽ മാസ്റ്റർ, സംഘാടക സമിതി അംഗങ്ങളായ വിവേക് മാക്കേത്ത്, ജയൻ പട്ടിയിൽ, ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൽ നിന്ന് പറയാം, ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും പൊളിച്ചിട്ടിട്ട് ഏകദേശം 2 വർഷം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ റോഡുകൾ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റോഡുകൾ എല്ലാം പൊളിച്ചിട്ടത്. എന്നാൽ ഇതുവരെ ആ പൊളിച്ച റോഡുകൾ ഒന്നും തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല, പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ റോഡുകളും ഏകദേശം പൂർണ്ണമായി തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം ചെയ്തയാളെ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി അരീക്കര വീട്ടിൽ പ്രദീപിനെയാണ് പാവറട്ടി SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്ത് കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തി വരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി പട്ടിക്കര സ്വദേശി അദ്നാൻ, കേച്ചേരി മണലി സ്വദേശി ഭാസി എന്നിവരെയാണ് കുന്നുകുളം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. അദ്നാനിൽ നിന്ന് 124 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഭാസിയിൽ നിന്ന് 15 പാക്കറ്റ് ഹാൻസുമാണ് പിടികൂടിയത്. കുന്നുകുളം വടുതലയിൽ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് ബസ് സ്റ്റോപ്പ് തകർന്നു. വടുതല സെന്ററിലുള്ള മാവിന്റെ കൊമ്പാണ് ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്നു. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒടിഞ്ഞു വീണ മരക്കൊമ്പ് മുറിച്ചുമാറ്റി. വെളുത്തൂരിലെ ഒരു സംഘം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ലഹരിയാണ് നാടകം. ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന് തെളിയിച്ചുകൊണ്ട് വെളുത്തൂർ ഷോഗൺ ക്ലബിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒരുക്കിയ 3ാമത്തെ നാടകം ഈ മാസം അരങ്ങിലെത്തും. ഷോഗൺ ക്ലബിന്റെ ആദ്യ 2 നാടകങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു. പുതിയ നാടകമാണ് കൽവിളക്ക്. ലഹരിക്കെതിരെ പോരാടുന്ന യുവാവിനെ കള്ളക്കേസിൽ കുടുക്കുന്ന ഒരു സംഘം ആളുകളുടെ കഥ പറയുന്ന നാടകമാണ് കൽവിളക്ക്. ഡിഗ്രി വിദ്യാർത്ഥിനിയായ അർച്ചന ഉണ്ണികൃഷ്ണനാണ് നായിക. 6 സ്ത്രീകളും ഒരു കുട്ടിയും 11 പുരുഷന്മാരും നാടകത്തിൽ വേഷമിടുന്നു. വൈകുന്നേരം 8 മണി മുതൽ 10:30 വരെയാണ് നാടകത്തിൻ്റെ റിഹേഴ്സൽ. ജോലി കഴിഞ്ഞെത്തിയാൽ ക്ലബ് അംഗങ്ങൾ നാടകത്തിൽ വേഷമിടുന്ന കുടുംബാംഗങ്ങളെയും കൊണ്ട് റിഹേഴ്സൽ ക്യാമ്പിലെത്തും. മുൻകാലങ്ങളിൽ തങ്ങളുടെ നാടകങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് തുടർന്നും ഇവർക്ക് നാടകങ്ങൾ വേദിയിലെത്തിക്കാൻ പ്രചോദനം നൽകുന്നത്.
ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഉടലെടുക്കുന്ന 3ാമത്തെ നാടകമാണിത്. ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും പ്രചോദനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വൈകുന്നേരം ഒരു 8 മണി മുതൽ 10 മണി വരെയാണ് ഞങ്ങൾ ഇതിന്റെ റിഹേഴ്സലൊക്കെ ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഉള്ള ഈ കൂട്ടായ്മയും സഹകരണവും സന്തോഷമൊക്കെയാണ് ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നാടകത്തിലേക്ക് വരാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി നാട്ടിലെ കലാ സാംസ്കാരിക മേഖലയിൽ സജീവമാണ് ഷോഗൺ ക്ലബ്ബ്. മാനസികോല്ലാസത്തിനപ്പുറം പുതുതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് നാടകാവതരണത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ക്ലബിന്റെ മുൻ നാടകങ്ങൾ സംവിധാനം ചെയ്ത വിനോദ് പാലിശ്ശേരി തന്നെയാണ് കൽവിളക്കിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം റിജോ പോളും ഏകോപനം ഷൈജേഷ് പനമുക്കത്തുമാണ്. ഏപ്രിൽ 26-ന് വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് നാടകം അരങ്ങേറുന്നത്. TCV ന്യൂസ്, തൃശൂർ. മുട്ടിച്ചൂരിൽ വ്യാപാരിയെ കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോക്കാൻമുക്ക് സെന്ററിന് സമീപം അപ്ഹോൾസ്റ്ററി കട നടത്തുന്ന മുട്ടിച്ചൂർ കൈതവളപ്പിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന 54 വയസ്സുള്ള വടശ്ശേരി സന്തോഷാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ ഇയാൾ കടയിലെത്തിയത് സമീപത്തെ വ്യാപാരികൾ കണ്ടിരുന്നു. പിന്നീട് സന്തോഷിന്റെ സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റ് കണ്ട് സുഹൃത്തുക്കൾ തിരഞ്ഞു വന്നപ്പോഴാണ് കടയുടെ അകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാത സർവീസ് റോഡിലുള്ള കലുങ്ക് പാലത്തിനോട് ചേർന്ന് സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം തോടിന് കുറുകെ നിർമ്മിച്ച കലുങ്ക് പാലത്തിലാണ് അപകട ഭീഷണിയുള്ളത്. സുരക്ഷാ ഭിത്തിയില്ലാതെ തോട്ടിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗത്ത് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ആൾമറയിപ്പോൾ നശിച്ച നിലയിലാണ്. പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി എത്രയും വേഗം സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിസ്മയ കാഴ്ചയൊരുക്കി എടത്തിരുത്തി പൈനൂരിലെ സൂര്യകാന്തി പാടം. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനന്ദകരമായി കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത്. പൈനൂരിലെ രവി പുത്തൻപുരയുടെ 1/2 ഏക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത്. നെൽകൃഷി കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്, ആദ്യം നെല്ല് പയറിനിടാറ്, പയറുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ പണി ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ല ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പോവായി. കണ്ടമാനം പേര് വരുന്നുണ്ട്. സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് ദിവസവും എത്തുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. ഇരിങ്ങാലക്കുട കളത്തുംപടി ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഈ മാസം 23 മുതൽ മെയ് 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 30-ന് പുനഃപ്രതിഷ്ഠയും മെയ് 3-ന് നട തുറപ്പുമായി 11 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേകം നിർമ്മിച്ച കലശമണ്ഡപത്തിൽ നടക്കും. താന്ത്രിക ക്രിയകൾക്ക് ക്ഷേത്രം തന്ത്രി നടുവത്ത് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര നവീകരണ സമിതി രക്ഷാധികാരി നളിൻ ബാബു, ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട്, സെക്രട്ടറി മനോജ് കുമാർ മാടശ്ശേരി, നവീകരണ സമിതി അംഗങ്ങളായ ഇ ജയരാമൻ, TN കൃഷ്ണകുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആശാ സുരേഷ്, ട്രഷറർ വിജയൻ ചിറ്റേത്ത്, കിഷോർ പള്ളിപ്പാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനകീയ സൗഹൃദവേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന സമ്മേളനം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ N. രവി ഉദ്ഘാടനം ചെയ്തു. ശോഭ സുബിൻ അധ്യക്ഷനായി. ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള, ജസ്റ്റിൻ ജേക്കബ്, വിഷ്ണു ഭാരതീയ സ്വാമികൾ, പൂനം റഹീം എന്നിവർ മുഖ്യാതിഥികളായി. യദുകൃഷ്ണൻ കാഞ്ഞിരപ്പറമ്പിൽ, മുഹമ്മദ് സമീർ, PO വിൻസെന്റ്, അബ്ദുൾ സഗീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചെമ്മീൻ ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക് ഷോയും അരങ്ങേറി. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദരവ് ജനകീയ എല്ലാം ശരിയാക്കാം. ആദരിക്കുന്നതിനായിട്ട് DLG രവി സാറിനെയും ക്ഷണിക്കുന്നു.
ഷിമർക്ക് എടുക്കുന്നത്. നാലാമത്തെ സമ്മാനം അന്യം നിന്ന് പോകുന്ന കൈത്തൊഴിലിന്റെ ശേഷിപ്പിനെ ഇന്നും കൈപ്പിടിയിൽ കാത്തു സൂക്ഷിക്കുകയാണ് ചാലക്കുടി എലഞ്ഞിപ്രയിലെ പോളി. നെല്ല് കുത്തി അരിയും ഉമിയും വേർതിരിക്കുന്ന കാഴ്ച പുതുതലമുറയ്ക്ക് അന്യമാണ്. നാടിന്റെ മുക്കിലും മൂലയിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു നെല്ലുകുത്തുശാലകൾ. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങി ഉണക്കി നെല്ലുകുത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകാലങ്ങളിൽ വൻ തിരക്കായിരുന്നു. കൃത്രിമമില്ലാത്ത ഒന്നാന്തരം അരിയും കന്നുകാലികൾക്കുള്ള തവിടുമെല്ലാം കൃത്യതയോടെ തയ്യാറാക്കുന്ന നെല്ലുകുത്തുശാലകൾ ഒരു കാലത്ത് നാടിന്റെ സംസ്കാരം കൂടിയായി. നാട്ടിൽ നെൽകൃഷി ചുരുങ്ങിയതോടെ നെല്ലുകുത്ത് കേന്ദ്രങ്ങളും അതേ അവസ്ഥയിലായി. അവശേഷിക്കുന്ന പാടശേഖരങ്ങളിലെ നെല്ല് കർഷകർ മൊത്തമായി ഏജൻസികൾക്ക് കൈമാറിയപ്പോൾ നാട്ടിലെ നെല്ലുകുത്ത് ശാലകൾക്ക് പ്രസക്തിയില്ലാതായി. എന്നാൽ എലിഞ്ഞിപ്ര ചൌക്ക റോഡിൽ പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് പെരേപ്പാടൻ പോളിയുടെ നെല്ലുകുത്ത് കേന്ദ്രം. നെല്ലുകുത്താൻ ആളുകൾ വരുന്നത് മാസത്തിൽ 1-2 ആണെന്ന് 76-കാരനായ പോളി പറയുന്നു. നെല്ല് തീരില്ല, എന്നാലും ഞാൻ ആ പഴയ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി തുറന്നുകൊണ്ട് പോണു നെല്ലുകുത്ത് പരിപാടിയൊക്കെ. ഇപ്പൊ ഒരു 57 കൊല്ലമായി ഞാൻ ഈ തൊഴിൽ കൊണ്ടു നടക്കണം. നെല്ലിനോടുള്ള ആത്മഹത്യയും സ്നേഹവും ഇതുകൊണ്ടാണ് ഞാൻ നിലനിർത്തി കൊണ്ടുപോണേ. ഇവന് ഉപേക്ഷിക്കാൻ തോന്നണില്ല. പിതാവ് ദേവസിയുടെ കാലത്ത് ആരംഭിച്ചതാണ് എലിഞ്ഞിപ്രയിലെ നെല്ലുകുത്തുശാല. മകൻ പോളി പിന്നീട് ഇത് ഏറ്റെടുക്കുകയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ആർത്താറ്റ് സ്വദേശി ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൻകാവിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. തിരുവല്ലമല പാമ്പാടി കൊല്ലാക്കൽപ്പടി ശ്രീ മന്തത്ത് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റിയാണ് ഉത്സവത്തിന് നേതൃത്വം വഹിച്ചത്. പാമ്പിൻകാവ് നാഗരാജ ക്ഷേത്രത്തിൽ തിടമ്പ് പൂജയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന് തിരുവല്ലമല ആനന്ദൻ പ്രാമാണികത്വം വഹിച്ചു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാരം ചന്ദനച്ചാർത്തിന് ഭക്തി നിർഭരമായ തുടക്കം. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഈ മാസം 30 വരെയാണ് ചന്ദനച്ചാർത്ത് നടക്കുക. ആദ്യ ദിനം മത്സ്യാവതാരമാണ് വിഗ്രഹത്തിൽ ചന്ദനത്തിൽ ഒരുക്കിയത്. പെരികമന മണി നമ്പൂതിരിയാണ് ചന്ദനത്തിൽ വിഗ്രഹം ഒരുക്കുന്നത്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണ ശർമ്മ മുഖ്യ കാർമ്മികനായി. IMAയും കൊടുങ്ങല്ലൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത കേരളം പരിപാടിക്ക് തുടക്കമായി. ഡോക്ടർ PA മുഹമ്മദ് സെയ്ദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. IMA യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നദീറ ഭാനു അധ്യക്ഷത വഹിച്ചു. MLAമാരായ VR സുനിൽകുമാർ, ET ടൈസൺ, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, EM ജബീർ, ഡോക്ടർ മുഹമ്മദ് റഷീദ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു.
സുമനസ്സുകളെ ചേർത്ത് നിർത്തി ഇതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതീവ അവളെ ഒരു ആശുപത്രി ചികിത്സിച്ച് ശരിയായെന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇത് 2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ നമ്മൾ റിട്ടയർഡായ മകനെ ജന്മദിനത്തിൽ അർബുദ രോഗികൾക്കായി മുടി ദാനം നൽകി 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്മിൻ. വാണിയമ്പാറ ഗ്രാമീണ വായനശാല ബാലവേദി അംഗമായ അസ്മിൻ ഫാത്തിമയാണ് മുടി ദാനം ചെയ്ത് മാതൃകയായത്. പിറന്നാൾ ദിനത്തിൽ അമല ക്യാൻസർ സെന്ററിലെത്തിയാണ് മുടി ദാനം ചെയ്തത്. കല്ലിങ്ങൽപ്പാടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അസ്മിൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റാണ്. ഇരുമ്പുപാലം സ്വദേശിയായ ഹക്കീം ബാബുവിന്റെയും അധ്യാപികയായ ജിൻസിയുടെയും മൂത്ത മകളാണ് അസ്മിൻ ഫാത്തിമ. ദുഃഖവെള്ളി പരിഹാര പ്രദക്ഷിണത്തിന്റെ ഭാഗമായി കല്ലൂർ ഹോളി മേരി റോസറി പള്ളിയിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശം പകർന്ന നിശ്ചല ദൃശ്യം ശ്രദ്ധേയമായി. പള്ളിയിലെ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകിയത്. കുരിശിന്റെ വഴിയിലെ 8ാം സ്ഥലത്തിൽ യേശുദേവൻ റസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പ്രതിയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഓർത്ത് കരയുവിൻ എന്ന വാക്കുകളും സമകാലിക സംഭവങ്ങളുമാക്കി കോർത്തിണക്കിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ദൃശ്യാവിഷ്കാരം തീർത്തത്. ലഹരിക്ക് അടിമകളായി പോകുന്ന കുട്ടികളും യുവാക്കളും അമ്മമാർക്ക് ഉണ്ടാക്കുന്ന വേദനകളും ലഹരിക്കണിയിൽ തങ്ങളുടെ മക്കൾ പെട്ടുപോകുമോ എന്നുള്ള അമ്മമാരുടെ ആവലാതിയും നിശ്ചല ദൃശ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം കുരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശി കുരിക്കപ്പിടിക വീട്ടിൽ നാസറിന്റെ മകൻ അഷ്ഫാഖാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം ഭംഗിയായി നടത്താൻ സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ദേശീയപാത ചാലക്കുടി കോട്ടയിൽ ടാറ്റ സുമോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചു. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയർ തുടക്കം മാത്രമെന്ന് മന്ത്രിമാർ. 26 നടക്കുന്ന തൊഴിൽ മേളയിൽ 35,000-ലധികം തൊഴിലവസരങ്ങൾ സജ്ജം. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയോഗ്യ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വനവിഭവ ശേഖരണത്തിന് നിർദ്ദേശങ്ങളുമായി വനം വകുപ്പ്. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ ഉന്നതികളിൽ നിന്ന് വനത്തിൽ പോകുന്നവർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിർബന്ധമായും അറിയിക്കണമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.